നമസ്കാരം, ഏവർക്കും പി എസ് സി സ്കോറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. 2022 SSLC പ്രിലിംസ് 68/2022 എന്ന ചോദ്യപേപ്പറാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആ ചോദ്യപേപ്പറിലെ പൊതുവിജ്ഞാന മേഖലയിൽ നിന്നുള്ള 80 ചോദ്യങ്ങൾ നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട്. ശ്രദ്ധാപൂർവം പഠിക്കുക. വിജയാശംസകൾ. ഒന്നാമത്തെ ചോദ്യം, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഉത്തരം ഹൃദയ രാഗങ്ങൾ. ജോർജ് ഓണക്കൂർ എഴുതിയ ഹൃദയ രാഗങ്ങൾ എന്ന കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരിയുത്തരം TP ഔസേപ്പാണ്. PR ശ്രീജേഷ്, TP ഔസേപ്പ്, KC ലേഖ, സജൻ പ്രകാശ്, ഇങ്ങനെ 4 പേരാണ് കൊടുത്തിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഉത്തരം TP ഔസേപ്പാണ്. 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് TP ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം, ഉത്തരം നമുക്കറിയാം, ജഡായു ശില്പമാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്തുള്ള ജഡായു ശില്പം. ജഡായു ശില്പത്തിൻ്റെ ശില്പി രാജീവ് അഞ്ചലാണ്. ജഡായു ശില്പത്തിൻ്റെ ശില്പി രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചലിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം സിനിമാ സംവിധായകനാണ്. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ആദ്യ മലയാള സിനിമയായ ഗുരു എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാണ് രാജീവ് അഞ്ചൽ. ഗുരു എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാണ് രാജീവ് അഞ്ചൽ. അപ്പോൾ അവിടെ വരുന്ന മറ്റൊരു പ്രത്യേകത, ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ആദ്യ മലയാള സിനിമയാണ് ഗുരു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നറിയപ്പെടുന്നത് ജഡായു. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇത്തരം ചോദ്യങ്ങൾ തുടർന്നുള്ള പരീക്ഷകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചോദ്യങ്ങൾ തന്നെ വരുന്ന പരീക്ഷകളിലും ഒരു പരിധിവരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി VN വാസവൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി VN വാസവൻ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ MR ബൈജു. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ഉത്തരം 13. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ഉത്തരം 13. 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അന്ന ബെന്നിന് 2021 ലഭിച്ച പുരസ്കാരം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ചോദ്യം ആവർത്തിക്കാം. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ശാസ്ത്രവും എഞ്ചിനീയറിംഗ് എന്നൊരു ഓപ്ഷനുണ്ട്. വൈദ്യശാസ്ത്രം, സാമൂഹ്യ പ്രവർത്തനം, മറ്റുള്ളവ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം മറ്റുള്ളവ എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? അതായത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് എന്ന സ്ഥാപനം, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് എന്ന സ്ഥാപനം ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് 2002 കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് എന്ന സ്ഥാപനം ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പേര് സ്വീകരിച്ച വർഷം 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലുമിനിയവും സിലിക്കയും. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ അലുമിനിയവും സിലിക്കയുമാണ്. അടുത്ത് നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ബസാൾട്ട്. ഇതാണ് ഓപ്ഷൻസ്. പിന്നെ 1ഉം Cയും അല്ലെങ്കിൽ Aയും Cയും ശരിയാണെന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം ബസാൾട്ടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ബസാൾട്ടാണ്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ബസാൾട്ട്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 5. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനമാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5 ഡിസംബർ 5 എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു സംഭവം പറയാം. ഡിസംബർ 4 1947 ഡിസംബർ 4. 1947 ഡിസംബർ 4
സി കേശവൻ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ്. അത് 1947 ഡിസംബർ 4-നാണ് സി കേശവൻ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5. മറക്കരുത്, ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനമാണ്. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം? പശ്ചിമഘട്ടം, അറ്റ്ലസ്, ആൽപ്സ്. പിന്നെ ഓപ്ഷൻ ബിയും സിയും ശരിയാണെന്നുള്ളതാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് 2 ഉത്തരങ്ങളാണ്. ബിയും സിയുമാണ് മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം. അറ്റ്ലസും ആൽപ്സും. മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം അറ്റ്ലസും ആൽപ്സും. ഈ 2 പർവ്വതങ്ങളും മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ്. അറ്റ്ലസ് പർവ്വതവും ആൽപ്സ് പർവ്വതവും മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണങ്ങളാണ്. അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത് അലുമിനിയവും സിലിക്കയും. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. അതേസമയത്ത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള ജില്ല ചോദിച്ചാൽ മലപ്പുറം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ഉത്തരം മലപ്പുറം. അടുത്ത ചോദ്യം, 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേരാണ്. അതിനാണ് നഗരം എന്ന് പറയുന്നത്. 1 ലക്ഷത്തിലധികം നഗരം എന്ന് പേര് കിട്ടണമെങ്കിൽ 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യ ഉണ്ടായിരിക്കണം. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള പ്രദേശത്തെയാണ് നഗരം എന്ന് വിളിക്കുന്നത്. അപ്പം നഗരം എന്ന് വിളിക്കണമെങ്കിൽ 1 ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടായിരിക്കണം. 10 ലക്ഷത്തിൽ അത് കവിയാനും പാടില്ല. ഇത് മുൻകാല ചോദ്യമാണ്. ഈ ചോദ്യം ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. ഒരു തവണ കേട്ടാൽ പിന്നെ മറക്കില്ല. അതായത് 1 ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടായിരിക്കണം, 10 ലക്ഷത്തിൽ കൂടാനും പാടില്ല. എങ്കിലാണ് നമ്മൾ നഗരം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത്കാലം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ല നിലവിൽ വന്നത് 1957-ലാണ്. 1957 ജനുവരി 1-നാണ് പാലക്കാട് ജില്ല നിലവിൽ വന്നത്. 1957 ജനുവരി 1-നാണ് പാലക്കാട് ജില്ല രൂപം കൊണ്ടത്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ലഡാക്ക് സിവാലിക്, കാരക്കോറം നാഗാകുന്നുകൾ, ലഡാക്ക് സസ്കർ, സസ്കർ പട്കായി. താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ലഡാക്ക് സസ്കർ എന്ന് പറയുന്ന ആ ജോഡി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ലഡാക്ക് സസ്കറാണ്. താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ലഡാക്ക് സസ്കർ എന്ന് പറയുന്ന ജോഡിയാണ്. അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് വില്യംസ് മൂന്നാമൻ. അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് വില്യംസ് മൂന്നാമൻ. വില്യംസ് മൂന്നും അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് വില്യംസ് മൂന്നും. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് എ ഹക്കിം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് എ ഹക്കിം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ ഹക്കിമാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവാണ് 450x300 മില്ലിമീറ്റർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450x300 മില്ലിമീറ്റർ. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 28(1). ആർട്ടിക്കിൾ 28(1). ഒരു തവണ കൂടി പറയാം. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് 28. ആർട്ടിക്കിൾ 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയെ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് 293. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് 293. അനുച്ഛേദം 293. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പാണ് 8ാമത്തെ വകുപ്പ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് 8 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്?
താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്കാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന രംഗനാഥ മിശ്ര ആ സ്ഥാനം വഹിച്ചിട്ടുണ്ട്, എസ് രാജേന്ദ്ര ബാബു ആ സ്ഥാനം വഹിച്ചിട്ടുണ്ട്, ജസ്റ്റിസ് MN വെങ്കട ചെല്ലയ്യയും ആ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്കാണ് ആ സ്ഥാനം വഹിച്ചിട്ടില്ലാത്തത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്കാണ്. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്. ആവർത്തിക്കാം. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന വാക്കുകളാണ്. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. ആവർത്തിക്കാം. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കേണ്ട വർഷം 1989 നവംബർ 20. 1989 നവംബർ 20 ഈ വായിച്ച തരത്തിലുള്ള UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ്. അടുത്ത വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഉത്തരം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടന്നത്. INCയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ്. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ എന്ന പ്രദേശം ഇന്നത്തെ ബീഹാറിലാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് 1917 ചമ്പാരൻ ബീഹാറിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. INCയുടെ 29 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലാഹോർ LAHOR, അവസാനത്തെ 6 കണ്ടോ? LAHOR, അവസാനം ഒരു 6 കിടപ്പുണ്ട്. ലാഹോർ രവി നദിയുടെ തീരത്തുള്ള പട്ടണമാണ്. ലാഹോറിൻ്റെ അവസാനമുള്ള 6 ലാഹോറിൻ്റെ 6 അല്ല, രവിയുടെ 6. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ലാഹോർ രവി നദിയുടെ തീരത്തുള്ള പട്ടണമാണ്, പാകിസ്ഥാനിലാണ്. അപ്പോൾ 29 INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. INC അല്ലെങ്കിൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം 29 സമ്മേളനമാണ്. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം 1929 സമ്മേളനമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? ഉത്തരം ഫസൽ അലി. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. നെക്സ്റ്റ്, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം. നോക്കൂ, 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. 1905 ഒക്ടോബർ 16 ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഭക്ഷ്യദിനം ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഭക്ഷണം പാഴാക്കാതിരിക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് ഒക്ടോബർ 16. ഈ ഭക്ഷണവുമായി കണക്ട് ചെയ്തിട്ടാണെങ്കിൽ കഴ്സൺ ബംഗാളിനെ വിഭജിച്ച് തിന്നങ്ങ് പഠിക്കണം എന്ന് 1905. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ ആണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. ആ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 ഹർഡിഞ്ച് പ്രഭുവാണ്. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സണാണ്. 1905 ഒക്ടോബർ 16 അത് റദ്ദ് ചെയ്തത് ഹർഡിഞ്ച് പ്രഭുവാണ്. അത് 1911. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് കാൺപൂർ. കാൺപൂർ ഉത്തർപ്രദേശിലാണ്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് കാൺപൂരിലാണ് നാനാ സാഹിബ് 57 കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരാണ് റാണി ഝാൻസി റെജിമെൻറ്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ
വനിതാ വിഭാഗത്തിൻ്റെ പേര് റാണി ഝാൻസി റെജിമെൻ്റാണ്. ഇത്തരം ചോദ്യങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളാണ്. പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളുമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരാണ് റാണി ഝാൻസി റെജിമെൻറ്റ്. സാന്താൾ കലാപം നടന്ന പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ. സാന്താൾ കലാപം നടന്ന പ്രദേശം രാജ്മഹൽ കുന്നുകളാണ്. സാന്താൾ കലാപം നടന്നത് രാജ്മഹൽ കുന്നുകളിലാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം. 4 പത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ബംഗാളി, വന്ദേമാതരം, ന്യൂ ഇന്ത്യ, മറാത്ത. മറാത്തയാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് മറാത്ത. മറാത്ത എന്ന പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ബൊക്കോറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യം സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല പ്രവർത്തനം ആരംഭിച്ചത്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല പ്രവർത്തനം ആരംഭിച്ചത്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. 1984 സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം നിലവിൽ വരുന്നത്. സൈലൻറ്റ് വാലി മണ്ണാർക്കാട് താലൂക്കിലാണ്. ഇപ്പോൾ സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. 1984 നിലവിൽ വന്നത്. മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്ന സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി പെരിയാറാണോ, കബനിയാണോ, ഭാരതപ്പുഴയാണോ, പമ്പയാണോ? ഉത്തരം കബനിയാണ്. 44 നദികൾ കേരളത്തിലുണ്ട്. 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു, 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. കേരളത്തിലുള്ള 44 നദികളിൽ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ആ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ ഇവയാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനിയും ഭവാനിയും പാമ്പാറുമാണ്. കബനി വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. കബനി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു. ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു. പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നു. അപ്പോൾ കേരളത്തിൽ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ. കബനി വയനാട് ജില്ല, ഭവാനി പാലക്കാട് ജില്ല, പാമ്പാർ ഇടുക്കി ജില്ല. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ചിങ്ങം 1. എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ഒരു ഉത്തരമാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ചിങ്ങം 1. എന്നാൽ ദേശീയ കർഷക ദിനം ചോദിച്ചാൽ ഉത്തരം ഡിസംബർ 23 ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ്. കേരളത്തിൽ കർഷക ദിനം ചിങ്ങം 1, ദേശീയ കർഷക ദിനം ഡിസംബർ 23 ചരൺ സിംഗിൻ്റെ ജന്മദിനം. ചരൺ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. ചരൺ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കർഷകൻ എന്നുള്ളതിന് ഹിന്ദി എന്ത് പറയും? കിസാൻ. അപ്പോൾ കിസാൻ ഘട്ട്. ചരൺ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻ ഘട്ട്. അടുത്ത ചോദ്യം, ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. കൊല്ലം ജില്ല നിലവിൽ വരുന്നത് 1949 ജൂലൈ 1 കൊല്ലം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1. നെക്സ്റ്റ്, ചുവടെ തന്നിട്ടുള്ളവയിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന ലഭിച്ച മലയാളി കായിക താരം PT ഉഷ, KM ബീനാമോൾ, മേഴ്സിക്കുട്ടൻ, IM വിജയൻ. ഉത്തരം KM ബീനാമോൾ. താഴെ തന്നിരിക്കുന്നതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന ലഭിച്ച മലയാളി കായിക താരമാണ് KM ബീനാമോൾ. KM ബീനാമോൾക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തൃശ്ശൂർ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? ഉത്തരം 4. കേരളത്തിൽ നിലവിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ട്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശ്ശൂർ. 50ാമത്തെ ചോദ്യം, എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആര്? പ്രൊഫസർ KV തോമസ്. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ KV തോമസ്. കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമം എന്ന് പറയുന്നത് കുമ്പളങ്ങിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമം എന്ന് വിളിക്കുന്നത് കുമ്പളങ്ങിയാണ്. അതേസമയത്ത് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അതുമായി ബന്ധപ്പെട്ട നേതാവാണ് KB മേനോൻ. കീഴരിയൂർ ബോംബ്, കീഴരിയൂറിൻ്റെ K, ബോംബിൻ്റെ B, അപ്പം തന്നെ KB ആയി. KB മേനോൻ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഉത്തരം KB മേനോൻ ആണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ്, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം
1949 ഈ ചോദ്യകടലാസിൽ 49 ഉണ്ടോന്ന് ഞാൻ അങ്ങനെ നിർത്തിയത്. ഇത് കറക്റ്റ് തീയതി 49 ജൂലൈ 1 ആണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1. തിരുവിതാംകൂർ തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1 ആണ്. അപ്പോൾ കേരളത്തിൽ 4 ജില്ലകൾ അന്ന് രൂപം കൊണ്ടതാണ്. ഇന്ന് നിലവിലുള്ള 4 ജില്ലകൾ 49 ജൂലൈ 1 രൂപം കൊണ്ടതാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ 4 ജില്ലകൾ. കേരളത്തിൽ രൂപം കൊണ്ട ജില്ലകൾ ഇയർ വിത്ത് ഡേറ്റ് പഠിക്കുമ്പോൾ 4 ജില്ലകൾ രൂപം കൊണ്ടത് 49 ജൂലൈ 1 തീയതിയാണ്. അത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തെക്ക് ഭാഗത്തുള്ള ഈ 3 ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പിന്നെ തൃശ്ശൂരും. ഈ 4 ജില്ലകളും 49 ജൂലൈ 1 രൂപം കൊണ്ടത്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായർ. 1897 അദ്ദേഹം പ്രസിഡന്റ് ആകുന്നത്. INCയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ് സി ശങ്കരൻ നായർ INCയുടെ പ്രസിഡൻ്റായത്. 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ് സി ശങ്കരൻ നായർ INCയുടെ പ്രസിഡൻ്റായത്. ശങ്കരൻ നായർ എഴുതിയ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ഗാന്ധി ആൻഡ് അനാർക്കി. ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് സി ശങ്കരൻ നായരാണ്. ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിയും അരാജകത്വം എന്ന പുസ്തകം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പോൾ 1897 എന്ന വർഷം മറക്കരുത്. ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ നോട്ട്ബുക്കും പേനയും കൂടി കൈ കരുതുന്നത് നന്നായിരിക്കും. ഇത് മുഴുവനും എഴുതിയെടുക്കണമെന്നൊന്നും പറയുന്നില്ല. ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ വർഷം പറയുമ്പോൾ അത് കുറച്ച് വെച്ചില്ലെങ്കിൽ മറന്നുപോകില്ലേ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ആ വർഷം പഠിക്കൂ, 1897, 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആകുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഗാന്ധി ആൻഡ് അനാർക്കി. നെക്സ്റ്റ്, 54 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരായിരുന്നു? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. അടുത്തൊരു കൊട്ടേഷനാണ്, ഒരു ഉദ്ധരണി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നുദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. എല്ലാവർക്കും അറിയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ശ്രീനാരായണ ഗുരു അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് നാരായണ ഗുരുവാണ്. അതേസമയത്ത് இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ, ഇങ്ങനെ പറഞ്ഞത് തൈക്കാട് അയ്യയാണ്. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാട് അയ്യയാണ്. ജാതി ഒന്ന്, മതമൊന്ന്, ലോകമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ഇങ്ങനെ പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. ജാതി ഒന്ന്, മതമൊന്ന്, ലോകമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ഇത് വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. ഇനി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് നാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ആത്മോപദേശ ശതകം, ദൈവദശകം, ആത്മവിദ്യാ കാഹളം, പ്രാചീന മലയാളം. ശരിയുത്തരം പ്രാചീന മലയാളം. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. അപ്പോൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. അതേസമയം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് രക്തരഹിത വിപ്ലവം എന്നാണ്. സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് രക്തരഹിത വിപ്ലവം എന്നാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. അടുത്തത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം നാടകമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ്. 1929 ഇത് പുറത്തിറങ്ങുന്നത്. ഈ നാടകം അവതരിപ്പിക്കുന്നത് തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൃതി നാടകം എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതിൻ്റെ ഓപ്ഷനിൽ നോവൽ എന്നൊക്കെ ഉണ്ടായിരുന്നു. നോവലല്ല, അത് നാടകമാണ്. 1929 ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. തൃശ്ശൂരിലെ ഇടക്കുന്നിയാണ് ആദ്യ വേദി.
1929. നേരത്തെ നമ്മൾ സംസാരിച്ചു 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ INCയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾക്ക് മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചുവടെ തന്നിട്ടുള്ളവയിൽ C. കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം കീഴരിയൂർ ബോംബ് കേസ് അല്ല, മലബാർ കലാപമല്ല, കയ്യൂർ സമരമല്ല, പിന്നെ ഏതാണ്? കോഴഞ്ചേരി പ്രസംഗമാണ്. C. കേശവനുമായി ബന്ധപ്പെട്ട സംഭവമാണ് കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം 1935 കോഴഞ്ചേരി പത്തനംതിട്ട ജില്ലയിലാണ്. C. കേശവനുമായി ബന്ധപ്പെട്ടതാണ് കോഴഞ്ചേരി പ്രസംഗം. ഈ കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് C. കേശവനെ ജയിലിലടച്ചു. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് C. കേശവനെ അധികാരികൾ ജയിലിലടച്ചു. ജയിലിൽ ആയ C. കേശവന് വേണ്ടി കേസ് വാദിച്ച ആളാണ് TM വർഗീസ്. C. കേശവന് വേണ്ടി കേസ് വാദിച്ച ആളാണ് TM വർഗീസ്. 35 ജയിലടച്ച കേശവൻ 37 ജയിൽ മോചിതനായി. C. കേശവൻ ജയിൽ മോചിതനായി. C. കേശവന് വലിയൊരു സ്വീകരണം നൽകി. ആ സ്വീകരണത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ TM വർഗീസിന് ശ്രീമൂലം അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. കോഴഞ്ചേരി പ്രസംഗത്തിൽ ജയിലിലായ C. കേശവന് വേണ്ടി വാദിച്ചത് TM വർഗീസ്. 37 ജയിൽ മോചിതനായ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത് സംസാരിച്ചതിനെ തുടർന്ന് TM വർഗീസിന് ശ്രീമൂലം അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം C. കേശവൻ. കോഴഞ്ചേരി എന്ന് എഴുതുന്നതിൻ്റെ കണ്ടോ? കേശവൻ്റെ കണ്ടോ? അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം കേശവൻ കാക്ക എന്ന് വെച്ച് പഠിക്കാം. കാരണം മുതുകുളം പ്രസംഗം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് 1947. അത് മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം എന്നുള്ളതിൻ്റെ കണ്ടോ? മന്നത്ത് പത്മനാഭൻ്റെ കണ്ടോ? അപ്പോൾ മായും കൂടെ കണക്ട് ചെയ്ത് മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ. അതേസമയത്ത് കോഴഞ്ചേരി പ്രസംഗം C. കേശവൻ. മനുഷ്യ ശരീരത്തിലെ വാരി എല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 24. മനുഷ്യ ശരീരത്തിലെ വാരി എല്ലുകളുടെ എണ്ണം 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരളാണ്. അടുത്ത ചോദ്യം, കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം കട്ട പിടിക്കുന്നതിനെ ബാധിക്കുന്നു, പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു. 4ാമത്തെ ഓപ്ഷൻ മേൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. ശരി ഉത്തരം മേൽ പറഞ്ഞവയെല്ലാം. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത, രക്തം കട്ട പിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, ഇവയെല്ലാം കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ബാധിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന എഴുതുക. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ചോദ്യം ആവർത്തിക്കുക. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ബാക്കിയെല്ലാം യോജിക്കും. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംഭവിക്കാൻ സഹായിക്കും. മാംസ്യവും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഇതെല്ലാം ഹീമോഗ്ലോബിനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? വൈറ്റ് കെയിൻ, ടോക്കിംഗ് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ബാക്കി 3 തെറ്റാണ്. ബാക്കി 3 അല്ല, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? വൈറ്റ് കെയിൻ, ടോക്കിംഗ് ഇവ ഉപയോഗിക്കുന്ന അന്ധരാണ്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് ഉപയോഗിക്കുന്നത് മുടന്തരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഉപയോഗിക്കുന്നത് ബധിരരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഇതിൽ 1ാമത്തെ 4ാമത്തെയാണ് ശരി ഉത്തരം. വൈറ്റ് കെയിൻ, ടോക്കിംഗ് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഇത് ആണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനമേത്? അനാമികയാണ് ഉത്തരം. എല്ലാ പേരുകളും തെറ്റായിട്ടുള്ള പേരുകൾ പഠിക്കേണ്ട ആവശ്യമില്ല. അനാമിക എന്ന് പറഞ്ഞാൽ ഒരിനം വെണ്ടയാണ്. ഒരിനം വെണ്ടയാണ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. അന്തരീക്ഷത്തിൽ എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ഉത്തരം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളിൽ കടുവകൾ കാണപ്പെടുന്നു. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുക. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നതിനെ കണ്ടെത്തുക. തവള, താമര, ഞണ്ട്, ബാക്ടീരിയ. ഉത്തരം ബാക്ടീരിയ. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ബാക്ടീരിയയാണ്. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു ഐസോട്ടോപ്പുകൾ. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേര് ഐസോട്ടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഹേമറ്റൈറ്റ്.
താഴെ കൊടുത്തിരിക്കുന്നതിൽ അയണിൻ്റെ അയിര് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ എത്രയാണ്? ഉത്തരം 60 ഡിഗ്രി തന്നെയാണ്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതനകോണും 60 ആയിരിക്കും. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതല ബലം. പ്രകൃതിയിൽ ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമാണ് പ്രതല ബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഖരവസ്തുക്കളിലാണ്. ഖരവസ്തുക്കളിൽ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി. ജലത്തിൻ്റെ സാന്ദ്രത 4 ഡിഗ്രിയിലാണ് ജലത്തിന് ഏറ്റവും സാന്ദ്രത ഉള്ളത്. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ളത് 4 ഡിഗ്രിയിലാണ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാവും. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. അപ്പോൾ 68/2022 SLC പ്രിലിംസ് പരീക്ഷയിലെ പൊതുവിജ്ഞാന മേഖലയിൽ ഉൾപ്പെട്ടിരുന്ന 80 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇത് നിങ്ങൾ കേട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യപേപ്പറുകൾ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തരുന്നതാണ്. ലാസ്റ്റ് ഗൈഡ്, LDC പോലുള്ള പരീക്ഷകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ലാസ്റ്റ് ഗൈഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസ്സുകൾ മറ്റു വിഷയങ്ങളെ അടിസ്ഥാനമാക്കി തരുന്നതായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കേൾക്കാം. താങ്ക് യു.